ആനച്ചന്തവും വാദ്യമേളവും വർണ്ണപ്പകിട്ടാർന്ന കുടമാറ്റവുമായി സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന തൃശൂർ പൂരത്തിൽ ഇത്തവണ ശ്രദ്ധേയമായി പെൺ സാന്നിധ്യവും. പൂരാഘോഷത്തിന് മാറ്റുകൂട്ടുന്ന വനിതകളെ ആദരിക്കാനായി ഈസ്റ്റേൺ ഗ്രൂപ്പ് ഇക്കുറി ഈസ്റ്റേൺ പെൺപൂരം ഒരുക്കുന്നു. തികച്ചും വ്യത്യസ്തമായ പരിപാടി ഏറെ ജനശ്രദ്ധ നേടുകയാണ്. പൂരത്തിന്റെ ഓരോ ചുവടുകളിലും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന സ്ത്രീകളെ ഈ സംരംഭത്തിലൂടെ ആദരിക്കുകയാണ് ഈസ്റ്റേൺ പെൺപൂരം പരിപാടിയുടെ ഭാഗമായി സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പിന്തുണ നൽകാനും വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് പെൺപൂരം സെൽഫി സ്പോട്ട്, അതുപോലെ സ്ത്രീകൾക്ക് വിശ്രമിക്കാനും പൂരത്തിന്റെ ആഘോഷങ്ങൾ സുരക്ഷിതമായി ആസ്വദിക്കാനും സാധിക്കുന്ന പെൺ ഇടം എന്നിവ. ഇതിന്റെ ഭാഗമായി പൂരനഗരിയിലെ ഈസ്റ്റേൺ പെൺപൂരം പ്രദർശന സ്റ്റാൾ ഈസ്റ്റേൺ AVP സെയിൽസ് ലവ്ലി ബേബിയും പ്രസിദ്ധ കുറുങ്കുഴൽ വാദകയുമായ ഹൃദ്യ കെ സുധീഷും ചേർന്ന് നിർവഹിച്ചു. ആദ്യമൊക്കെ TV-യിൽ പൂരം നമ്മൾ TV-യിൽ മാത്രമല്ല കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഒരു പുരുഷ മേൽക്കോയ്മയായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. ആദ്യമായിട്ടാണ് സ്ത്രീകൾക്കും പൂരം നേരിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റുന്നത്. അതിന് ഈസ്റ്റേൺ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണല്ലോ. ഈ വർഷത്തെ പൂരത്തിൽ കുറുങ്കുഴൽ വാദനത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിച്ച ഹൃദ്യ കെ സുധീഷിന്റെ ജീവിതയാത്രയെ ആസ്പദമാക്കി ഈസ്റ്റേൺ നിർമ്മിച്ച ഹൃദ്യമായ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. ഹൃദ്യയുടെ ജീവിതം ഈസ്റ്റേൺ പെൺപൂരം എന്ന ആശയത്തിന് ഏറ്റവും ഉചിതമായ ഉദാഹരണമാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ തൃശൂർ പൂരം പോലുള്ള സാംസ്കാരികോത്സവങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇത് പ്രചോദനമായേക്കുമെന്ന് കരുതപ്പെടുന്നുവെന്ന് ഈസ്റ്റേൺ CEO ഗിരീഷ് നായർ അഭിപ്രായപ്പെട്ടു. 4 പതിറ്റാണ്ടിലേറെയായി കേരള തനിമയും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്നതിനും അതിന് ജീവൻ നൽകുന്ന വ്യക്തികളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈസ്റ്റേൺ എന്നും പ്രതിജ്ഞാബദ്ധരാണെന്നും ഗിരീഷ് നായർ കൂട്ടിച്ചേർത്തു. ജനം, തൃശൂർ.